നമസ്കാരം, ഞാൻ റാഫേൽ കുര്യൻ. സംസ്ഥാനത്തുടനീളം പൊള്ളുന്ന ചൂടാണെങ്കിലും കൊല്ലത്ത് കൊല്ലുന്ന ചൂടാണ്. എന്തായാലും ഇതിനെ പറ്റിയുള്ള ജനങ്ങളുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. ഈ കുപ്പിവെള്ളമൊക്കെ ആയിട്ട് എവിടെ പോയിട്ട് വരുന്നത്? ഈ ഒന്നും പറയണ്ട, കടയിൽ പോയിട്ട് വരുവാ. ഒരാഴ്ച കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ചൂട്. ഇങ്ങനെയായ മനുഷ്യര് മരിക്കും. അത് ശരി. അല്ല, കേരളത്തില് 2-3 മരണമായി. അല്ല, ഇത് എന്തൊരു ചൂടാ! ഇത്രയും സഹിക്കാൻ വയ്യാത്ത ചൂട് ഇങ്ങനെ ജീവിതത്തില് നമുക്ക് അനുഭവപ്പെട്ടു. അപ്പൊ കുടയും വെള്ളമായിട്ടങ്ങ് ഇറങ്ങിയില്ലേ? എവിടെ പോയിട്ട് വന്നു? കടയിൽ പോയ ഭയങ്കര ചൂടാ. ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നത്? അപാര ചൂടാ. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ചൂട്? 3 ദിവസം കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ അല്ലേ? പുറത്തിറങ്ങാൻ വയ്യ. വീട്ടിൽ വന്നാൽ ഫാനിട്ടാലും ഇരിക്കാനൊന്നും വയ്യ. അത്ര ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാനാണ് തൊഴിലുറപ്പ് തുടങ്ങിയതും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തതും. ആളുകളൊക്കെ ഉച്ചവരെയുള്ള ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോണ ഇപ്പം വീട്ടിൽ പോവേ. ഇനി തിരിച്ച് ഈ ചൂടിന്റെ അധികം ചൂടാണ് 2 മണി കൂടെ ആകുമ്പോ. എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടല്ലേ, ഞങ്ങളൊക്കെ അങ്ങ് ക്ഷീണിച്ചു പോകും. തൊഴില് ഉറപ്പെന്ന് പറഞ്ഞാലേ അത് പണ വെട്ടി പിന്നെ 50 സെന്റ് പൊക്കത്തി വേണം മണ്ണ് നിറച്ച് ലെവലാക്കി ഇട്ട് കൊടുക്കുക. സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. സഹിക്കാൻ വയ്യ. കയ്യിലെല്ലാം ചൂട് പൊക്കൽ പോലൊക്കെ ഉണ്ട്. ഓ ശരി, ശരി, പൊക്കൽ പോലെ ഉണ്ട്. ചൂട് കൂരി പൊങ്ങുന്നുണ്ട് അല്ലേ? ചൂട് കൂരി പൊങ്ങുന്നുണ്ട്. ഭയങ്കര സോപ്പും ഒന്നും തേച്ച് കുളിക്കാൻ ഒക്കത്തില്ല. ഭയങ്കര ചൂട് പൊട്ടലും ഒക്കെ.